ഇപ്പോഴും കേൾക്കുമ്പോ അല്ലേ, ഇപ്പോഴും ആ എനർജി തന്നെ അന്നുണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും. കൂടുകയാണ്, ആവേശം കൂടുകയാണ്. ഇത് അതിനുശേഷം പിന്നെ സ്റ്റേജ് ഷോയിലാണ് ഈ പാട്ട് ഹിറ്റായത്. സ്റ്റേജ് ഷോയിൽ എവിടെ പോയാലും ഈ പാട്ടിലേക്ക് പോയാലും എല്ലാ ട്രൂപ്പുകളും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയും ഇങ്ങനെ അവിടെ നിന്റെ പാട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓർക്കസ്ട്രക്കാരും പാട്ടുകാരും സിംഗേഴ്സ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഓണപ്പരിപാടി ആകുമ്പോൾ മൊത്തം ഉണ്ടാവും, മൊത്തം വാസ്കോഡാമൻ തലയൊക്കെ എല്ലാവരും പാടുമെന്ന് എനിക്കറിയാം, പാടും. എനിക്ക് തോന്നുന്നു വിപിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം ഒരു യാത്ര ഭയങ്കര കഠിനമായിരുന്നു. എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു അവസരം നമുക്ക് തന്നെ ഉണ്ടാകുന്നത്. ഈ പടം ഇറക്കട്ടെ എന്ന് നമ്മൾ ഓർത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ അവസരങ്ങൾ കിട്ടാതെ പോകുന്നത്? നല്ലൊരു ഗായകനാണ്, അത് ചിന്തിക്കാറുണ്ടോ? എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന്. പിന്നെ ഞാൻ അറിയാം, ഫസ്റ്റ് സോങ് ജാസിച്ചേരൻ്റെ ഒരു ബൊമ്മ എന്ന് പറഞ്ഞ പാട്ട് ആദ്യം പാടിയത്, പിന്നെ തൊമ്മനും മക്കളും പാടി. അപ്പോൾ പിന്നെ എനിക്കൊരു ബ്രേക്ക് വന്ന ശരിക്കും തീർച്ചയായിട്ടും ചോട്ടാമ്പയനാണ്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. എന്നാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും വിളിക്കാറുണ്ട്. എല്ലാവരും പറയുന്നത് ഇങ്ങനെ തനിക്ക് പറ്റിയ സാധനം വിളിക്കാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും പരമാവധി ഇപ്പോൾ ഇതുവരെ ഞാൻ പരിശ്രമിച്ചാൽ വന്നത്. പിന്നെ നമുക്ക് ആർക്കും വഴി വെട്ടിത്തരാൻ ആരുമില്ല. നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു, സാധാരണ കൂലിപ്പണിക്കാരും അപ്പനും അങ്ങനെ വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇതുവരെയൊക്കെ ആകാൻ സാധിച്ചു. ഇങ്ങനെ ഇനി എന്തായാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, പൊരുതിക്കൊണ്ടിരിക്കും. പല ലാംഗ്വേജിൽ ഇപ്പോൾ പാടി അല്ലേ? ഏതൊക്കെ ലാംഗ്വേജിൽ പാടി? തമിഴിൽ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഇടക്ക് അമരൻ എന്ന് പറഞ്ഞ പടം, നമ്മുടെ കാർത്തികൻ, അതിൽ അമരൻ, ജീവി പ്രകാശ് മ്യൂസിക്, അത് AR റഹ്മാൻ്റെ പെങ്ങളുടെ മകൻ, അതിലൊരു അമര എന്ന് പറഞ്ഞ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചോട്ടാ മുംബൈ ആണ് ബ്രേക്ക് വന്നത്. തൊമ്മനും മക്കളുടെ പാട്ട് ഭയങ്കര ഹിറ്റാണ്. അതും ഭയങ്കര ഹിറ്റാണ്. നമുക്ക് ഭയങ്കര ഒരു ഫീലൊക്കെ കിട്ടും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു കല്യാണ പാട്ടാണല്ലോ. അതിൽ സലീം കുമാർ ഏട്ടൻ്റെ പോർഷൻ പാട്ട് തുടങ്ങുമ്പോഴുള്ള വോയിസ് തന്നെയാണ്. எந்த உலகினிலே வாழும் எனது ராசாவை வாழ்த்து பாடல் பாடுவோமே ஏத்துக்கொள்வாயோ தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமித்தோம் തുടിത്താളം. ആ പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. ആ സിനിമയിലെ ഏറ്റവും ഹൈപ്പാണ് ആ പാട്ട് സീൻ, ആ കല്യാണ സീൻ. അവിടെയാണ് നമുക്ക് സങ്കടം വരുന്ന സീനുകൾ അതിനകത്തുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പിന്നീട് സങ്കടം ഉണ്ടാകുന്ന, മനസ്സിൽ സങ്കടം ഉണ്ടാകുന്ന സീൻ ആ പാട്ടിലാണ്. ആ പാട്ട് ഭയങ്കര കയ്യടിയായിരുന്നു. ആ ഒരു പ്രത്യേകത ആണല്ലോ. അതൊരു പ്രത്യേകത. ഞാൻ അഫ്സലിക്ക ഞങ്ങൾ 3 കൊച്ചിക്കാരായാൽ പാടിയിട്ടുണ്ട്. പ്രദീപ് പള്ളുരുത്തി, പുള്ളിയാണ് മറ്റേ പുണ്യവൻ. അങ്ങനെ പ്രദീപേട്ടിന്റെ ഫസ്റ്റ് സോങ് ആണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.